ഇനിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം ആദ്യത്തെ അത്ര പേടിയൊന്നും ഉണ്ടാവില്ല. ഹായ്, എൻ്റെ പേര് പ്രിൻസി. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഓൺലൈനായി കഴിഞ്ഞിട്ട് അപ്പോളോ ക്ലിനിക്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരുടെ വിശേഷങ്ങൾ അറിയാം. ഹായ്. ഹലോ, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് വിസ്മയ. എൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഡിഗ്രി 2020 കഴിഞ്ഞു. ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കൊറോണ കാരണം. അത് കഴിഞ്ഞ് 2 കൊല്ലം അക്കൗണ്ടിങ് കഴിഞ്ഞു. പിന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് കയറിയത്. എൻ്റെ 4ാം ക്ലാസ് മുതൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും അക്കൗണ്ടിങ് പഠിക്കാനും ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനും എൻ്റെ കൂടെയുള്ളത് ഇവർ പറഞ്ഞ 2 പേരിൽ ഒരാൾ മറ്റാരുമല്ല, എൻ്റെ ഫ്രണ്ട് പ്രിൻസി തന്നെയാണ്. നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരാണ്, വീടിനടുത്താണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഓരോരോ ഫീൽഡിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിനെ കുറിച്ചിട്ട് അന്വേഷിക്കുകയും കുറേ നമ്മൾ നോക്കി. അന്നേരം ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ ഇത് തന്നെ എടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് പറയുകയാണെങ്കിൽ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും വിദേശത്താണെങ്കിലും നല്ലൊരു സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുമാത്രമല്ല, നമുക്ക് എക്സ്പീരിയൻസ് കൂടും തോറും നല്ലൊരു കരിയർ ഗ്രോത്തും സാലറി കൂടുമെന്ന് നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് ടൈം പീരീഡിൽ നമുക്ക് മനസ്സിലായി. അതേപോലെ വെറും ഓൺലൈൻ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫീൽഡ് പറ്റുമെന്ന് തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 3 മാസമായി ഈ ഇൻറ്റേൺഷിപ്പിന് തന്നെ ചേർന്നിട്ട് 3 മാസം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് എന്തൊക്കെ ഒരുപാട് ഐഡിയാസ് കിട്ടി. അതേപോലെ തന്നെ പേഷ്യൻസിൻ്റെ കൂടി നമ്മൾ എങ്ങനെ പെരുമാറണം, ആ ഒരു ഐഡിയാസും കൂടി നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും കാലം ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഐഡിയാസും കൂടി നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പിലൂടെ നമുക്ക് കിട്ടി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അപ്പോളോ ക്ലിനിക്കിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 3ാമത്തെ മാസമാണ് ഇൻറ്റേൺഷിപ്പിൻ്റെത്. ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുണ്ട്.